എല്ലാവരിൽ നിന്നും വ്യത്യസ്തമായി ചിന്തിക്കുന്ന പ്രവർത്തിക്കുന്ന അങ്ങനെ ഒരുപാട് പേര് നമുക്ക് ചുറ്റുമുണ്ടാകുമല്ലേ. അത്തരത്തിൽ ചെറുപ്പത്തിലെ മനസ്സിൽ പതിഞ്ഞ സ്വപ്നം സാക്ഷാത്കരിച്ച ഒരാളെ പരിചയപ്പെടാം. ആദ്യം കളിമണ്ണിൽ നിന്ന് വിജയം നിർമ്മിച്ചെടുത്ത ഒരു പെൺകുട്ടിയെ കുറിച്ചാണ് പറയുന്നത്. റോസയുടെ പോട്ടറി സ്റ്റുഡിയോയിലേക്ക് നമുക്ക് പോകാം. ഓണാവധിയൊക്കെ ആയിട്ട് ഞാൻ ഈ ബാഗും തൂക്കി എവിടെ പോവാന്നല്ലേ? ഞാനൊരു ക്ലാസ്സിന് പോവാ. ക്ലാസ് എന്ന് പറഞ്ഞാൽ പേടിക്കണ്ട കേട്ടോ, പുസ്തകമൊന്നും എടുത്ത് പഠിക്കണ്ട. ക്രിയേറ്റീവായിട്ട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യണം. മാത്രമല്ല, പരീക്ഷയൊക്കെ കഴിഞ്ഞ് പഠിച്ച് മടുത്തിരിക്കുന്നവർക്ക് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരിടം. നിങ്ങളും വരുന്നു. വാ. ഇത് റോസ. നമുക്കൊന്നും അത്ര കണ്ട് സുപരിചിതമല്ലാത്ത പോട്ടറി മേക്കിങ്ങിലേക്ക് റോസ എത്തിപ്പെട്ടത് അവിചാരിതമായാണ്. ഞാൻ കോളേജിൽ പോയത് ടെക്സ്റ്റൈൽ ഡിസൈൻ ചെയ്യാനായിട്ടാണ്. അപ്പോൾ നമുക്ക് ഇനിഷ്യലി 6 മാസം എല്ലാ മെറ്റീരിയലും ട്രൈ ഔട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ടെക്സ്റ്റൈൽസ് ഉണ്ട്, വുഡ് ഉണ്ട്, പിന്നെ സെറാമിക്സ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ ട്രൈ ചെയ്തിട്ട് ഇഷ്ടപ്പെട്ട് കണ്ടിന്യൂ ചെയ്തത്. പല നിറത്തിലുള്ള ക്ലേ കൃത്യമായ പരുവത്തിൽ കുഴച്ചെടുത്ത് പോട്ടറി മെഷീന്റെ സഹായത്തോടെ അഴകുള്ള പാത്രങ്ങളാക്കും. രൂപാന്തരം വന്നവയെ വീണ്ടും മിനുക്കുപണികളിലൂടെ അതിമനോഹരമാക്കും. കൊച്ചുകുട്ടികൾ മുതൽ പ്രായഭേദമന്യേ പോട്ടറി മേക്കിംഗ് ക്ലാസ്സിലേക്ക് എത്തുന്നവർ നിരവധിയാണ്. കുറേ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ട്രൈ ചെയ്യാനായിട്ട്. പിന്നെ നമ്മൾ സോഷ്യൽ മീഡിയ തുറക്കുമ്പോൾ തന്നെ കുറേ വീഡിയോസും കണ്ട്, അപ്പോൾ കുറേ പേർക്ക് ഇൻട്രസ്റ്റ് ഓൾറെഡി ഉണ്ട്. പിന്നെ പഠിപ്പിക്കാൻ എനിക്ക് ഇഷ്ടമാണ്, അപ്പോൾ അങ്ങനെയും ആൾക്കാർ വരുന്നുണ്ട്. എനിക്ക് കുറേ പേരെ ഇരുത്താനൊന്നും സ്ഥലമില്ലാത്തതുകൊണ്ട് കുഞ്ഞു ബാച്ചസ് ആയിട്ടാണ് ചെയ്യുന്നത്. അത് അത്രയും ആൾക്കാരുണ്ട്. തിരക്കുകളൊക്കെ മാറ്റിവെച്ചൊരല്പനേരം ക്രിയേറ്റീവായി നമ്മളുള്ള ഇഷ്ടങ്ങളെയും കഴിവുകളെയും കാർവ് ചെയ്തെടുക്കാൻ കഴിയുന്നൊരിടം. വീഡിയോസ് കാണുമ്പോൾ ഭയങ്കര എളുപ്പമായിട്ട് തോന്നും, പക്ഷെ ആക്ച്വലി ഉണ്ടാക്കാനും എല്ലാം കുറച്ച് സമയം എടുക്കും. ഇൻസ്റ്റഗ്രാം ഒരു ഭയങ്കര എഫക്റ്റീവ് ടൂളാണ്, അപ്പോൾ കുറേ പേര് റീച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട്. മോസ്റ്റ്ലി ഇൻസ്റ്റഗ്രാം വഴി തന്നെ ഓർഡേഴ്സ് വരുന്നത്. ഇന്ദുലേഖരേണു തന്നെ നമ്മുടെ കൂടെയുണ്ട്. ഇന്ദു, അവിടെ പോയപ്പോഴെങ്ങനെയാണ് അവിടുത്തെ ആ ഒരു അനുഭവം എന്ന് നേരിട്ട് അറിയാവുന്ന ഒരാൾ കൂടിയാണ് ഇന്ദു. ശരിക്കും ആ പറയുന്നത് പോലെ തന്നെ തിരക്കൊക്കെ ഒന്ന് മാറ്റിവെച്ച് നമുക്കൊന്ന് കൂളായിട്ടൊക്കെ ഇരിക്കാൻ പാകത്തിന്, പഠിക്കാനും കൂടെ പാകത്തിന്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഓരോ ഇടത്തും ഉള്ളതും നല്ലൊരു കാര്യം തന്നെയാണ്. ഇപ്പോൾ ഈ ഒരു കാര്യത്തെക്കുറിച്ച് തന്നെ പറയുകയാണെങ്കിൽ ആ പെൺകുട്ടി റോസ അല്ലേ, അവർ ഒറ്റയ്ക്കാണ്. ഒരുപാട് വലിയൊരു സ്വപ്നം ഉണ്ടായിരുന്നു, അത് ഒറ്റയ്ക്ക് നേടിയെടുത്തു, അതിൽ വിജയം കൈവരിക്കുന്നു എന്നുള്ളതാണ്. മാത്രമല്ല ആ മേഖലയെ വീണ്ടും വീണ്ടും ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടി ഒരുപാട് പേർക്ക് ക്ലാസ്സുകളും എടുത്ത് നൽകുന്നു എന്നുള്ളതാണ്. അതിൽ പറയുകയും ചെയ്യുന്നുണ്ട് ഒരുപാട് സാധ്യതകളുണ്ട്, ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അതൊക്കെ നമുക്ക് ഇങ്ങനെ ഓരോ മേഖലയിൽ നിന്നും കണ്ടെത്താനുമാകും. നമ്മളിപ്പോൾ കണ്ട ആളാണ് റോസ. റോസയുടെ ബ്രാൻഡാണ് കൊസാവ. നമ്മൾക്കൊക്കെ ചിലപ്പോൾ റോസ പരിചിതയാവും, കാരണം ഇൻസ്റ്റഗ്രാമിലൊക്കെ ആൾ വളരെ പോപ്പുലറാണ്. ആൾ മാത്രമല്ല, ആളുടെ ബ്രാൻഡ് ഉണ്ടാക്കുന്ന പ്രൊഡക്ട്സിന് ഒരുപാട് ഡിമാൻഡ്സ് ആണ് ഇൻസ്റ്റഗ്രാമിലൊക്കെ ഉള്ളത്. നമ്മൾ ഈ കേട്ടതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ വിൽപ്പന നടക്കുന്നത് ഇൻസ്റ്റഗ്രാമിലൂടെയാണ്. ഈ വിൽപ്പനയൊക്കെ അങ്ങ് മാറ്റി വെച്ചാൽ റോസയ്ക്ക് ഇത് ഒരുപാട് ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. അല്ലെങ്കിൽ രാവും പകലും ഇരുന്ന് ഇതുപോലെ പോട്ടറി നിർമ്മാണത്തിൽ ഏർപ്പെടുന്നതിൽ റോസയ്ക്ക് യാതൊരുവിധ മടിയില്ല. കാരണം അത്രത്തോളം ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ ഒരുപാട് ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ്. നമ്മൾ ഈ പറഞ്ഞ പോലെ കൊച്ചു കുട്ടികൾ മുതൽ പ്രായമായവർ വരെ റോസയുടെ പോട്ടറി ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാനായിട്ട് വരാറുണ്ട്. കളിമണ്ണ് കൊണ്ട് ഞാനും ട്രൈ ചെയ്ത് നോക്കി. ഭയങ്കര രസമുള്ളൊരു കാര്യമാണ് കേട്ടോ. കാരണം മറ്റുള്ളതൊക്കെ മറന്നിട്ട് കുറച്ച് സമയം നമ്മുടെ ക്രിയേറ്റീവ് മൈൻഡ് മാത്രം ഉണർന്നിരുന്നിട്ട് നമ്മൾ വളരെ ചെറിയ ചെറിയ സാധനങ്ങളായിരിക്കും ഉണ്ടാക്കുന്നത്. ചെയ്തു തുടങ്ങുമ്പോൾ ഒരു കൗതുകം, പിന്നെ അത് തീർക്കാനായിട്ടുള്ള ഒരു ആവേശം, അത് തീർത്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ, അത് വളരെ വലുതാണ്. അങ്ങനെ ഒരു എനർജി അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് വൈബാണ് റോസ എല്ലാവരിലേക്കും, അതായത് പഠിക്കാനായിട്ട് എത്തുന്നവരിലേക്കൊക്കെ പകർന്നു കൊടുക്കുന്നത്. ഇപ്പോൾ വേണമെങ്കിൽ ഈ അവധിക്കാലത്തൊക്കെ കുട്ടികൾക്കായാലും അല്ലെങ്കിൽ മുതിർന്നവർക്കായാലും കുറച്ച് ഫ്രീ ടൈം കിട്ടിയാൽ 4-5 ക്ലാസ്സുകളൊക്കെ ആയിട്ടുള്ള ചെറിയ ക്ലാസ്സുകളൊക്കെ ഉണ്ട്. അത്തരത്തിൽ ക്ലാസ്സുകളൊക്കെ കൊടുക്കുന്നുണ്ട്. റോസയെ സമീപിച്ചാൽ എന്താണ് ഇതുപോലെ കൊച്ചു കൊച്ചു സാധനങ്ങൾ നമ്മൾ ഉണ്ടാക്കുന്ന നമുക്ക് വീട്ടിലേക്ക് കൊണ്ടുവരികയും ചെയ്യാം കേട്ടോ. അപ്പം ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പാത്രങ്ങൾ കുറച്ചും കൂടെ മോഡിഫൈ ചെയ്തിട്ട് നമ്മുടെ ഈ ചൈന ഡിഷൊക്കെ കാണാറില്ലേ, പല കളറിൽ പല വർണ്ണങ്ങളിൽ പ്രിൻ്റൊക്കെ ചെയ്തിട്ടുള്ള ആ രീതിയിലൊക്കെ ആക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നോർമൽ പാത്രങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഈ ഇത്തരം പോട്ടറുകൾക്ക്, അല്ലാതെ ഇങ്ങനെ ഡിമാൻഡ് അനുസരിച്ച് ഉണ്ടാക്കിയെടുക്കുന്ന സാധനങ്ങൾക്ക് കുറച്ചും കൂടെ റേറ്റ് കൂടുതലായിരിക്കും. പക്ഷേ ആ റേറ്റ്
കൊടുക്കുന്നതിന് അത്രയും വർത്തായിട്ടുള്ള കാര്യമാണ് റോസ ചെയ്യുന്നത്. നമുക്കറിയാം ആ ഒരു കഷ്ടപ്പാട് നമ്മൾ നേരിൽ കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ട്. അതെ, ശരിയാണ് ഇത് ഈ പറഞ്ഞതുപോലെ തന്നെ ഒന്ന് ആ മേഖലയിൽ വിജയം കൈവരിക്കുന്നു എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ്. നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട നമ്മുടെയൊക്കെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന കഴിവൊക്കെ ആയിരിക്കും ഒരുപക്ഷെ ഇത്. അപ്പോൾ അത് തിരിച്ചറിഞ്ഞ് അതിൽ തന്നെ വിജയം കൈവരിക്കുന്ന റോസയെ പോലെയുള്ള ഒരുപാട് ആൾക്കാർ നമുക്ക് ചുറ്റുമുണ്ട്. പലപ്പോഴും നമ്മൾ സോഷ്യൽ മീഡിയയിൽ കൂടെയൊക്കെ ഇവരെ എല്ലാം കാണുന്നതുമാണ്. അങ്ങനെ ഒരു ഉദാഹരണമാണ് ഇപ്പോൾ മുന്നിലേക്ക് വെച്ചത് റോസ എന്ന പെൺകുട്ടി. അപ്പോൾ നമുക്ക് ഇഷ്ടമാണ് എന്നുണ്ടെങ്കിൽ ഇതൊക്കെ നമ്മൾക്ക് പഠിക്കാനും പറ്റും എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി. അതിനുവേണ്ടി കൂടെ പരിശ്രമിക്കുക. ശരി ഇന്ദു.